ഹായ് ഹലോ രാവിലെ എഴുന്നേറ്റ് ആസ് യൂഷ്വലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം വെച്ചു. മമ്പയർ തോരനാണ് ഇന്ന് ഉച്ചയ്ക്കിട്ടേന്. അപ്പോൾ അത് രാവിലെ അങ്ങ് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട്, കല്ലുപ്പാണ് ഇടുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അതൊരു 2 അല്ലെങ്കിൽ ഒരു 3 ഫിസിലിൽ റെഡിയായിട്ട് വരും. രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് ഈ മമ്പയർ. അപ്പോൾ അത് വെച്ചു. പിന്നെ ഇന്നലത്തെ ഒരു 2 പൊറോട്ട രാത്രിയിലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് ആവി കയറ്റിയിട്ട് മണിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അപ്പം ഉണ്ട്, ഇവനത് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ, തിളച്ച് വരുന്ന വെള്ളത്തിൽ ഒരു മീഡിയം തിളയൊക്കെ ആയി കഴിയുമ്പം ഇട്ട് കൊടുക്കാം. ഇനി ചായ എടുക്കാം. ഇത് സ്ഥിരമായിട്ട് ഇതൊക്കെ തന്നെയാണ് ചായ എടുക്കുക, ഇതൊക്കെ തന്നെയാണ് രാവിലെയുള്ള കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആയിരിക്കും. അച്ചമ്മയ്ക്കും അമ്മയ്ക്കും എനിക്കുള്ള ചായയാണ് എടുക്കുന്നത്. അനിയൻ എഴുന്നേറ്റ് വന്നിട്ടില്ല. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവനിനി വേറെ ചായ വെച്ച് കൊടുക്കണം. അങ്ങനെ ചായയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് തിണ്ണയിൽ മഴയുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ഇനി പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഞങ്ങൾ ചൂടോടെ കഴിക്കും. കുറച്ച് ബീഫ് കറി ഉള്ളത് പൊറോട്ടയുടെ ഒപ്പം മണിക്കും കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചൂടോടെ കഴിക്കാനും ഒരു ടേസ്റ്റ് ആണല്ലോ, തണുക്കുന്നതിന് മുന്നേ കഴിച്ചാൽ മതി. അപ്പോൾ കറിയുടെ ആവശ്യമൊന്നുമില്ല. മമ്പയർ വെന്ത് വന്നപ്പം അമ്മ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കി തന്നിട്ടുണ്ട്. ഇതൊരു ഒതുക്കി ഒരു തോരൻ പരുവത്തിലാണ് ആക്കുന്നത്. അയിലമീനുണ്ട്, അപ്പോൾ അത് മുളകും പുളി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ബെഡ്റൂമിലെ ഈ കർട്ടൻസൊക്കെ ഒന്ന് മാറ്റി വൈറ്റ് ആക്കിയിട്ടുണ്ട്. മുന്നേ ഒരു യെല്ലോ കളറായിരുന്നു. ഓണൊക്കെ വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കർട്ടനൊക്കെ മാറ്റിയത്. അതുപോലെ തന്നെ ഈ കബോർഡിലെ തുണികളൊക്കെ ഒന്ന് ഇറക്കിയിട്ട് തിരിച്ച് വൃത്തിക്കൊന്ന് മടക്കി വയ്ക്കണം. എപ്പോഴും മടക്കി വയ്ക്കുന്നതാണ്, എന്നാലും ഒരു മാസമൊക്കെ ആകുമ്പം എന്തെങ്കിലുമൊക്കെ അലങ്കോലപ്പെടും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്യണം. എത്ര ഒതുക്കി വെച്ചാലും ഇടയ്ക്കൊന്നിങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. എനിക്കാണെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് കാണുകയും വേണം. അങ്ങനെ ഒരു സെക്ഷൻ അനിയൻ്റെ ആണ്, അവൻ്റെ എല്ലാം എടുത്തു വെച്ചു. മേലെ ബെഡ്ഷീറ്റിൻ്റെ ആണ്, അതൊക്കെ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് മൊത്തം എൻ്റെയാണ്. 1-2 ബാഗൊക്കെ കവറിലാക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ കസിൻ വന്നിട്ടുണ്ട് മിന്നു. അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഒരു കഫേയിലോട്ടാണ് പോയത്. അവിടെ പോയി ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് വന്നത്. അത്രയും